കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഥ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ഭ്രാന്താണെന്നാണോ? എല്ലാം എൻ്റെ തോന്നലാണെന്നാണോ? നവീൻ പറ, നമ്മുടെ അവിടുത്തെ ജനലിൽ എവിടെയാണ് ആ പരിസരത്ത് എവിടെയാണ് റോസാച്ചെടി ഉള്ളത്? പിന്നെ എങ്ങനെയാണ് ഈ മുള്ളി എൻ്റെ ദേഹത്ത് വന്ന് കൊള്ളുന്നത്? ഞാൻ ശരിക്കും കണ്ടതാ, എന്നെ കുത്തിയത് പാമ്പ് തന്നെയാണ്. പാമ്പ് കടിച്ച് ഞാനിപ്പോൾ മരിച്ചു പോകും നവീൻ. ഇവരെ കൊണ്ട് ചികിത്സിക്കാനൊന്നും പറ്റില്ല എന്നാണ് തോന്നുന്നത്. എന്നെ ഏതെങ്കിലും വേറെ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അന്നേരം ഡോക്ടർ പറയണേ, ഗാഥ ഇങ്ങനെ നെർവസ് ആവല്ലേ, എന്നാണെങ്കിലും നമുക്കൊരു ബ്ലഡ് ടെസ്റ്റും കൂടി നടത്താം. അതിലൂടെ എന്തെങ്കിലും വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഗാഥ സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. അന്നേരം ഗാഥ പറയണേ, നവീൻ അമ്മേ, നിങ്ങളൊക്കെ ഇപ്പോൾ ആ ഡോക്ടർ പറയുന്നത് വിശ്വസിച്ചിരിക്കുവാണോ? അവർക്ക് ചികിത്സിക്കാനൊന്നും അറിയില്ല. അത് കേട്ട് മണിക്കുഞ്ഞ് പറയണേ, അയ്യോ ഗാഥ മാഡം അങ്ങനെയൊന്നും പറയല്ലേ. അവരെ ഈ പാമ്പ് കടിയും മറ്റുമൊക്കെ ചികിത്സിക്കുന്നതിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. നമുക്ക് ഏറ്റവും പറ്റിയ ആൾ തന്നെയാണ് മാഡം. പിന്നെ എന്നിട്ടാണോ അവരിങ്ങനെ പറയുന്നത്? എല്ലാം എൻ്റെ തോന്നലാണ് പോലും. എല്ലാ കാര്യത്തിലും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതുപോലെ എത്ര തവണ പാമ്പിനെ കണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ലല്ലോ. എല്ലാം എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞു. ഇപ്പോഴേ ആ പാമ്പിൻ്റെ കണ്ടിച്ചു ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ സത്തുപോകും. എൻ്റെ മമ്മി എങ്ങാനും എൻ്റെ കൂടെ ഉണ്ടായെങ്കിലുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചികിത്സിക്കാൻ പോകുന്നത്. ഈ സമയം നവീൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും കഥ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണെങ്കിലും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ, അതിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് വന്നോട്ടെ. അമ്മ ഒന്ന് കാതെ ആശ്വസിപ്പിക്കേ. അങ്ങനെ പറഞ്ഞ നവീനും മാണിക്കുഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് നവീൻ പറയണേണ്, മാണിക്കുഞ്ഞ് ഡോക്ടർ പറഞ്ഞതുപോലെ അത് റോസാ ചെടിയുടെ മുള്ളു കൊണ്ടുവന്നാവാനാ സാധ്യത. ആ ഡോക്ടർ നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ ഗാദിയുടെ കയ്യിൽ നിന്ന് ആ മുള്ളെടുത്തത്. നാഗത്തെ കണ്ടു എന്നൊക്കെ പറയുന്നതൊക്കെ ഗാഥയുടെ തോന്നലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഭാഗത്തൊന്നും റോസാ ചെടി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആ മുള്ള് ഗാഥയുടെ ശരീരത്ത് വന്നത്? ഇനി ഗാഥയാരെങ്കിലും മനഃപൂർവ്വം നാഗത്തിൻ്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു കളി ചെയ്തത്? അത് കേൾക്കുന്നത് മാണിക്കുഞ്ഞ് വരണേ. അങ്ങനെയാണെങ്കിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുതിരുന്നവർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അമ്മാവനും അമ്മായിയൊക്കെ ഇതിലെ ഡോക്ടറേറ്റ് എടുത്തവരാണല്ലോ. അന്നേരം നവീൻ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചതി അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൈയോടെ തന്നെ പിടികൂടണം മാണിക്കുഞ്ഞ്. എൻ്റെ ഗാഥയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരെ ഞാൻ വെറുതെ വിടില്ല. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന കൃഷ്ണേനെയാണ്. ഈ സമയം തങ്കോരികിലിരിക്കുന്നുണ്ടാവും. അന്നേരം ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണേനെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയണേ, എൻ്റെ മോളെ, നിൻ്റെ അച്ഛനെ എനിക്ക് ഇതുവരെ നിനക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലല്ലോ. നീ ഇപ്പോൾ അച്ഛനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. എങ്കിലും എനിക്കറിയാം നിൻ്റെ മനസ്സിൽ മുഴുവൻ അച്ഛനെ കാണാനും ഒരു നിമിഷമെങ്കിലും നിൻ്റെ അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ആ സ്നേഹം അനുഭവിക്കാനുമുള്ള ആഗ്രഹമുണ്ടെന്ന്. എന്നെ വേദനിപ്പിക്കാതിരിക്കാനല്ലേ നീ അത് ചോദിക്കുന്നത്? നിന്നോട് ആ സത്യം തുറന്നു പറയേണ്ട സമയം ആകാറായി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാണെങ്കിലും ഒരു ദിവസം അത് ഞാൻ ചെയ്യേണ്ടതല്ലേ, അതെൻ്റെ ഉത്തരവാദിത്വമല്ലേ. എന്നാലും എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടവളായിരുന്നു എൻ്റെ മോള്. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ തങ്കം. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ടുമായിട്ട് അവരുടെ അരികിലേക്ക് എത്തുവാണ്. അതെ ഗാഥയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഗാഥ ഒന്നും കൊണ്ട് പേടിക്കാനില്ല. യു ആർ ആബ്സല്യൂട്ട്ലി നോർമൽ. ബ്ലഡിലും മറ്റൊന്നും വിഷാംശം ഒന്നും കലർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെ കാര്യം. നാഗത്തെക്കുറിച്ചുള്ള ഭയം ഗാഥയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോസാപ്പൂവിനെ മുള്ള കൊണ്ടത് കാരണം അത് നാഗം വന്ന് കൊത്തിയതാണെന്ന് ഗാഥ ചിന്തിച്ചു, അല്ലാതെ മറ്റൊന്നുമില്ല. ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. അന്നേരം ഗാഥ പറയണേ, ഡോക്ടർ പോയി, അവരുടെ പണി കഴിഞ്ഞ് അവർ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയി. അതെല്ലാം കേട്ട് വിശ്വസിച്ചിരിക്കുവാണോ നവീൻ? അവർ പറയുന്നത് പോലെ എല്ലാം എൻ്റെ തോന്നലാണെന്നാണോ പറയുന്നത്? അന്നേരം നവീൻ പറയണേ, എടോ കഥ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഉറപ്പിച്ചിട്ടില്ലേ പറയുന്നത്? തന്നെ ഒരു പാമ്പും കടിച്ചിട്ടില്ല. അത് ഡോക്ടർ കൺഫേം ചെയ്തല്ലോ. ഈ സമയം സുമിത്ര പറയുന്നുണ്ട്, അതേ മോളെ, ഡോക്ടർ പറഞ്ഞില്ലേ ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. അന്നേരം ഗാഥ ചോദിക്കണേ, എന്നമ്മ പറ, ആ ജനലിൻ്റെ അവിടെ എവിടെ നിന്നാണ് റോസാ ചെടി വന്നത്? എങ്ങനെയാണ് അതിൻ്റെ മുള്ള് എൻ്റെ മേത്ത് കൊണ്ടത്? അത് കേൾക്കുന്നതും നവീൻ പറയണേ, എടോ തൻ്റെ ഉള്ളിൽ നാഗങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ടെന്ന് വീട്ടിൽ തന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ. അവർ തൻ്റെ സന്തോഷം കളയാനും തന്നെ ഈ അവസ്ഥയിൽ എത്തിക്കാനും വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെങ്കിലോ? നിങ്ങൾക്കിനി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. എല്ലാം എൻ്റെ തോന്നലാണ്, എല്ലാം എനിക്ക് തോന്നിയതാണ്. പക്ഷേ ഇനി ഞാൻ എങ്ങനെ അവിടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ഇനിയും ആ നാഗം എന്നെ കൊത്തിയാലോ? എനിക്കിനി ഒരു നിമിഷം പോലും ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല. അന്നേരം നവീൻ പറയണേ, അമ്മേ, ഞാനെന്താണെങ്കിലും ഒന്ന് വീട് വരെ പോയിട്ട് വരാം. ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിലും ഇതെല്ലാം ചിലരുടെ ഗൂഢനീക്കങ്ങൾ കാരണം സംഭവിച്ചതാണെന്ന് എനിക്ക് ഗാഥയെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ. അമ്മേ, ഞങ്ങളിപ്പോൾ തന്നെ വരാം എന്നും പറഞ്ഞ് നവീനും മാണിക്കുഞ്ഞും കൂടി അവിടെ നിന്നും പോകുകയാണ്. ഈ സമയം സുമിത്ര ഗാഥയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഗാഥ പറയുവാണ്,
നിങ്ങളൊക്കെ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ശരി, ആ വീട്ടിലെ എന്നെ കൊല്ലാനുള്ളവരാണ് ഉള്ളത്, എന്നെ കൊല്ലാനുള്ള നാഗങ്ങളാണ് ഉള്ളത്. ഞാനിനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്നും പറഞ്ഞ് ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കുവാണ് കേട്ടോ ഗാഥ. ഇതേസമയം നവീനും മണിക്കുഞ്ഞുമാണെങ്കിൽ അവിടെ വീട്ടിലെത്തുന്നുണ്ട്. ഈ സമയത്ത് നിർമ്മലയും കീർത്തി ഉദയനും ഒക്കെ ഗാഥ പാപ്പിനെ കണ്ട് പേടിച്ച് ഹോസ്പിറ്റലിലായ കാര്യത്തെക്കുറിച്ചൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും മോളെ, നമ്മുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. അവളെ പേടിച്ച് ചത്തെന്നാ തോന്നുന്നത്. മിക്കവാറും ഇന്നത്തോടെ തന്നെ നവീനും ഗാഥെ 2 പാത്രമായി മാറും. ഒന്നുമില്ലെങ്കിലും നവീനൊരാണല്ലേ, എത്രയെന്ന് കരുതിയ അവളുടെ ഈ തോന്നിയവാസമൊക്കെ സഹിക്കുന്നത്. അന്നേരം ഉദയം പറയണേ, എന്താണെങ്കിലും ഇന്നത്തോടെ 2 പേരും 2 പാത്രമായാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുപോലെ കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഈ സമയം നിർമ്മല കീർത്തിയോട് പറയണേ, മോളെ അധികം വൈകാതെ തന്നെ നീയും നവീനും തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്താൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഒത്തുവരുന്നത്. എൻ്റെ പ്രതീക്ഷ കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ അവർ സന്തോഷത്തോടെ നിൽക്കുവാണ്. ഈ സമയം നവീനും മണിക്കുഞ്ഞും വന്ന് ആ ജനലിൻ്റെ ഭാഗത്തൊക്കെ നോക്കുവാണ്. ഇവിടെ നിന്നല്ലേ ഗാഥാമഠത്തിൻ്റെ കയ്യിലെന്തോ കടിച്ചു എന്ന് പറഞ്ഞത്. അന്നേരം പെട്ടെന്ന് നിലത്ത് നിന്ന് കിടന്ന് നവീനൊരു റോസാപ്പൂ കിട്ടുന്നത്. അങ്ങനെ അത് കയ്യിലെടുത്ത് നവീൻ പറയണേ, അല്ല ഈ പൂവ് എങ്ങനെ ഇവിടെ വന്നത്? അന്നേരം മാണിക്കുഞ്ഞും ആലോചിക്കണേ, ശരിയാണല്ലോ, ഇതിവിടെ വരാനൊരു സാധ്യതയില്ല. നമ്മുടെ വീട്ടിൽ റോസാ ചെടി ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ വന്നു? അന്നേരം നവീൻ പറയണേ, അങ്ങനെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് പറയിപ്പിക്കേണ്ടത് ഈ വീട്ടിനകത്തുള്ളവരെ കൊണ്ട് തന്നെയാണ്. അമ്മായിക്കും അമ്മാവനും അറിയായിരിക്കും, അവരെ കൊണ്ട് എങ്ങനെയാണ് പറയിപ്പിക്കേണ്ടതെന്ന് എനിക്കും അറിയാം. അങ്ങനെ പറഞ്ഞ് നവീനകത്തേക്ക് കയറുവാണ്. ഈ സമയം മുത്തശ്ശി ചോദിക്കണേ, ആ മോനെ നവീനെ, നീ എത്തിയോ? കാതമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? നീ എന്തിനാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്? അതൊക്കെ പറയാം, ആദ്യം എനിക്ക് കുറച്ച് പേര് കണ്ട് സംസാരിക്കാനുണ്ട്. അമ്മാവാ ഒന്നിങ്ങ് വന്നേ. അങ്ങനെ നിർമ്മലയും കീർത്തി ഉദയനും എല്ലാവരും എത്തുവാണ്. ഈ സമയം അവർക്ക് മുമ്പിൽ ആ റോസാപ്പൂ കാണിച്ചിട്ട് കേൾക്കണേ, എങ്ങനെയാണ് ഈ റോസാപ്പൂ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് ജനലിൻ്റെ അവിടെ വന്നത്? നിങ്ങളിൽ ആരാ ഇത് കൊണ്ടിട്ടത്? ഇതുകൊണ്ട് ഗാഥയുടെ കയ്യിൽ കുത്തി, എന്നിട്ട് പാമ്പ് കടിച്ചതാണെന്ന് അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതല്ലേ ശരിക്കും നടന്നത്? നവീൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അതേ മുത്തശ്ശി, ഞാൻ പറഞ്ഞതാ സത്യം. ഗാഥയെ പാമ്പ് കടിച്ചതൊന്നുമല്ല. റോസാപ്പൂവിൻ്റെ മുള്ളാണ് ഗാഥയുടെ കയ്യിൽ നിന്നും എടുത്തത്. അത് നാഗം കുത്തിയതാണെന്ന് പറഞ്ഞ് ഗാഥ തെറ്റിദ്ധരിച്ചതാണ്. അത് തെറ്റിദ്ധരിച്ചല്ല, അങ്ങനെ അവളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക, അതായിരുന്നു ഇത് ചെയ്തവരുടെ ഉദ്ദേശം. എൻ്റെ ഗാഥയുടെ സമനില തെറ്റിക്കുക, അവൾ വീണ്ടും അസ്വസ്ഥമാക്കി ഞങ്ങളുടെ കുടുംബജീവിതം നശിപ്പിക്കുക. അത് ചെയ്തത് മറ്റാരുമല്ല, ഈ നിൽക്കുന്നവർ തന്നെയാണ്. സത്യം പറ, അമ്മാവനല്ലേ അത് ചെയ്തത്? അതോ അമ്മായിയോ, അല്ലെങ്കിൽ നീയാണോ കീർത്തി? അവർ 3 പേരും അല്ലാന്ന് പറഞ്ഞ് തലയാട്ടുക. അന്നേരം നവീൻ പറയണേ, എന്താണെങ്കിലും എനിക്കിതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് ഏത് മാർഗവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. അമ്മാവനൊന്ന് നീങ്ങി നിന്നേ എന്നും പറഞ്ഞ് മാണിക്കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു തടിക്കഷ്ണം വാങ്ങുവാണ്. എന്നിട്ട് ആ തടിക്കഷ്ണം ഉദയൻ്റെ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് പറയണേ, സത്യം ഇപ്പം തന്നെ തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിലുണ്ടല്ലോ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ തല്ലി എന്നുള്ള അപവാദം വേണ്ട. അത് കാരണം നിങ്ങളുടെ നേരത്തായിരിക്കും ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാനായിട്ട് തയ്യാറായിക്കോ. ഏതാ വേണ്ടതെന്ന് ഇപ്പം തന്നെ തീരുമാനിക്കാം. അന്നേരം ഉദയം പേടിച്ച് എല്ലാ സത്യങ്ങളും പറയണേ, അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. അത് പിന്നെ ഗാഥമോൾ ഇങ്ങോട്ടേക്ക് സന്തോഷത്തോടെ തിരിച്ചു വന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടി നിൻ്റെ ഈ നിൽക്കുന്ന അമ്മായിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായത്. വേറെ നിവൃത്തിയില്ലാതെ ഞങ്ങളും അതിന് കൂട്ടുനിന്നേ ഉള്ളൂ. കേട്ടില്ലേ മുത്തശ്ശി, എന്താ ഇവർ ചെയ്യേണ്ടത്? അന്നേരം മുത്തശ്ശി നിർമ്മലനെ വിളിക്കുക. നിർമ്മലേ, നീ ഇങ്ങ് വന്നേ. അങ്ങനെ പറഞ്ഞ് നിർമ്മലയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്. ഇപ്പം ഇറങ്ങിക്കോളാം നീറ്റ് കുടുംബം ഇവിടുന്ന്. അയ്യോ അമ്മേ, അങ്ങനെ പറയല്ലേ, ഞങ്ങൾ ഇവിടുന്ന് വേറെ എവിടെ പോകാനാ എന്നും പറഞ്ഞ് നിർമ്മലയും കീർത്തിയും കൂടി അമ്മയുടെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ പറയണേ. ഈ പ്രായമായ പെൺകൊച്ചിനെയും കൂട്ടി ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ അമ്മേ. ഇനി ഇങ്ങനത്തെ ഒരു തെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മോനെ നവീനെ, ഈ അമ്മായിയോട് ക്ഷമിക്കടാം. ഞങ്ങളിതെല്ലാം ചെയ്തത് ഞങ്ങൾ ഈ മോൾക്ക് വേണ്ടിയാണ്. ഇവളെ വല്ല വിഷം കൊടുത്ത് ഞങ്ങൾ കൊല്ലാം, എന്നിട്ട് ഞങ്ങളും മരിക്കാം. അല്ലാതെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങളുടെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, നവീൻ എന്താണെങ്കിലും നിൻ്റെ അച്ഛൻ വരട്ടെ. അച്ഛൻ വന്നതിന് ശേഷം ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നമുക്ക് ആലോചിക്കാം. അന്നേരം നവീൻ പറയണേ, ഞാൻ തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. ഗാഥയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ടും അയാളതൊന്നും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ല എന്നാണെങ്കിലുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സത്യം ഗാഥയോട് പറയിപ്പിക്കും. അതിനുവേണ്ടിയാ ഈ രാത്രി നിങ്ങളെ പറഞ്ഞേക്കാതെ ഇവിടെ നിർത്താമെന്ന് ഞാനും സമ്മതിച്ചത്. അങ്ങനെ പറഞ്ഞ നവീനും മണിക്കും അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പ്ലാനൊക്കെ പൊളിഞ്ഞ പാളീസായതിൻ്റെ സങ്കടത്തിൽ നിൽക്കുവാണ് കേട്ടോ നിർമ്മലയും ഉദയനും കീർത്തിയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് രാവിലെ ശ്രീനിവാസ് വീട്ടിലെ ഫ്ലാസ്കിൽ ചായയൊക്കെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. അപ്പോൾ ഒരു കൈ വെച്ച് ചായയുടെ ആ ഫ്ലാസ്കിന് മൂടിയൊക്കെ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ശ്രീനിവാസ് അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി അവിടെ എത്തുന്നത്. ആ നിങ്ങളോ, കയറി വാ. ആ സാറേ, ഇന്നലെ നല്ലപോലെ ഉറങ്ങാനൊക്കെ പറ്റുമോ? ഞാൻ ഇന്നലെ രാത്രി സാറിനെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഉറങ്ങിയിട്ടുണ്ടെങ്കിലോ സാറിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, അത് ശരിയല്ലല്ലോ.
പിന്നെ ഇവിടുത്തെ സത്യവതി മാഡത്തെ വിളിക്കാനാണെങ്കിൽ മാഡത്തിൻ്റെ നമ്പറും എൻ്റെ കയ്യിലില്ലായിരുന്നു. നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലേ? കുഴപ്പമില്ലായിരുന്നു. ആദ്യം കുറച്ച് നേരം ഉറക്കമൊന്നും വന്നില്ല, പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി മോളെ. അല്ല ഇതെന്ത് ചെയ്യുക? ഫ്ലാസ്കിൽ നിന്നാണോ ചായ കുടിക്കുന്നത്? അത് പിന്നെ ചേച്ചിയും കൃഷ്ണമൂർത്തിയും കൂടി എസ്റ്റേറ്റിലെ ഒരു അത്യാവശ്യമുള്ള കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ ദാഹിച്ചപ്പോൾ ചായ ഫ്ലാസ്കിൽ നിന്ന് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനുള്ളപ്പോൾ അതൊന്നും സമ്മതിക്കില്ല. എൻ്റെ മോളെ അത് കുഴപ്പമില്ല, ഫ്ലാസ്കിൽ നിന്ന് ചായ അടിച്ച് കുടിച്ചാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ആ ഗ്ലാസ്സിൽ തന്നെ എന്നും പറഞ്ഞ് ഫ്ലാസ്കിലെ ചായ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പറയണേ, ഈ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തണുത്തിരിക്കുവാണ്. ഒരു കാര്യം ചെയ്യ് മോൾക്കുട്ടി, നീ ഇവിടെ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അപ്പോഴേക്കും പോയി ചൂട് ചായ ഉണ്ടാക്കിയിട്ട് വരാം. അന്നേരം ശ്രീനിവാസ് പറയണേ, സത്യം പറയാലോ മോളിക്കുട്ടി, എനിക്ക് ചൂട് ചായ കുടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ഫ്ലാസ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് കൃഷ്ണമോൾ വന്നത്. അന്നേരം കൃഷ്ണ അത് കേട്ടിട്ട് പറയണേ, അതെ ഞാനെല്ലാം കേട്ടോ, എന്നാലും തുറന്നു പറയാനായിട്ട് അഭിമാനം സമ്മതിക്കുന്നില്ല അല്ലേ? അന്നേരം ശ്രീനിവാസ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം മോളിക്കുട്ടി പറയണേ, കൃഷ്ണയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവൾക്ക് ഇന്നലെ മുതൽ സമാധാനം ഇല്ല. ഇന്ന് രാവിലെ തന്നെ അനിൽ സാറിനെ ചെന്ന് കാണണ്ടേ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കണ്ടേ, എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. ഞാൻ വരാൻ കുറച്ചൊന്ന് ലേറ്റായി, അതിനി അവൾ പറയാത്തതായിട്ട് ബാക്കിയൊന്നുമില്ല. അന്നേരം ശ്രീനിവാസ് സന്തോഷത്തോട് പറയണേ, ഇന്നത്തെ കാലത്ത് ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നവർ സമൂഹത്തിൽ വളരെ കുറച്ചല്ലേ കാണൂ. അത് ശരിയാ സാറേ. കൃഷ്ണയുടെ വില മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കുന്നത് എനിക്ക് തന്നെയാണ്. എനിക്കങ്ങനെ പറയാൻ ഇത്രയും നാളും ആരുമില്ലായിരുന്നു. എന്നാൽ കൃഷ്ണ അവളുടെ അമ്മയും വന്നതിന് ശേഷം വലിയൊരു കുടുംബം തന്നെ എൻ്റെ കൂടെയുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ശ്രീനിവാസ് പറയുന്നുണ്ട്, കൃഷ്ണയുടെ അമ്മയെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് ശരിയാ, അതൊരു കടയിട്ട് സാറിന് മുമ്പിൽ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സാറ് പരിചയപ്പെട്ടിരിക്കേണ്ട ആൾ തന്നെയാണ് കൃഷ്ണയുടെ അമ്മ. നമ്മൾ കഥകളിലൊക്കെ വായിക്കാനുള്ള ഒരു പാവം അമ്മയില്ലേ, അതേ അമ്മ തന്നെ. അന്നേരം ശ്രീനിവാസ് പറയണേ, സത്യം പറഞ്ഞാൽ കൃഷ്ണയുടെ അമ്മ ഒത്തിരി ഭാഗ്യമുള്ളവളാ, കൃഷ്ണയെ പോലെ ഇത്ര നല്ലൊരു മോളെ കിട്ടിയില്ലേ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത്, അങ്ങനെ കൃഷ്ണ ചോറിലൂടെ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ശ്രീനിവാസിന് കൊടുക്കുവാണ്. എന്നിട്ട് ശ്രീനിവാസൻ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണേ. തൽക്കാലം സാർ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞ് എല്ലാം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരിക്കുവാണ് കേട്ടോ ശ്രീനിവാസ്. പിന്നീട് കാണിക്കുന്നത്, നവീൻ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി ഗാഥയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ഉദയനും നിർമ്മലയൊക്കെ ചേർന്ന് ഗാഥയെ കബളിപ്പിച്ചതാണെന്നും ശരിക്കും പാമ്പൊന്നുമില്ല എന്നും എല്ലാം തൻ്റെ തോന്നലാണെന്നും ഒക്കെ പറഞ്ഞ് ഗാഥയെ അത് മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുകയാണ്. എന്നാൽ ഗാഥയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഞാനിനി അങ്ങോട്ടേക്ക് വരില്ല, എനിക്കവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ, ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ മമ്മിയെ വിളിക്കുക എന്ന് പറഞ്ഞ് സിതാരയെ ഫോണിൽ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. മമ്മി, ആ പാമ്പിനെ ശരിക്കും എൻ്റെ മുമ്പിൽ കണ്ടതാ. അന്നേരം ഇതെല്ലാം കേട്ടിട്ട് സിത്താരക്ക് വിശ്വസിക്കാനാവുന്നില്ല. സിത്താര പറയണേ, മോളെ നിൻ്റെ അടുത്ത് ആരുമില്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്, അമ്മയും നവീനും മാണിക്കുഞ്ഞും എല്ലാവരും ഉണ്ട്. അങ്ങനെ സിത്താര നവീനോട് സംസാരിച്ച് നവീനോട് കാര്യം എന്താണെന്നൊക്കെ തിരക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗാഥയും നവീനും കൂടി സിത്താരയുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അന്നേരം ഗാഥയാണെങ്കിൽ ദേഷ്യത്തിലും നവീനെക്കുറിച്ചും നവീൻ്റെ വീട്ടുകാരെ കുറിച്ചുമൊക്കെ ഓരോന്നൊക്കെ പറയുവാണ്. അതെല്ലാം കേട്ട് നവീൻ്റെ നിയന്ത്രണം വിടുവാണ്. നവീൻ പറയുന്നത് എൻ്റെ വീടിനെക്കുറിച്ചാണ്, അത് കേൾക്കാനേ എനിക്കല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നവീനും അങ്ങ് പൊട്ടിത്തെറിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്